കെട്ടിയ പുരുഷന്റെ കാൽച്ചോട്ടിലാ നമ്മുടെ സ്വർഗം. അവരുടെ ഇഷ്ടങ്ങളായിരിക്കണം നമ്മുടെ ഇഷ്ടം. ബാല്യകാലത്തി പെൺകുട്ടിയായ അന്ന് മുതൽ കേൾക്കാൻ തുടങ്ങിയ ഒരു വാചകമാണിത്. അവരുടെ കാലിനടിയിലാണ് നമ്മുടെ സ്വർഗം, അവർ നക്കിയ പ്ലേറ്റിൽ തിന്നണം. ഇതിൽ ഞാൻ ചിന്തിക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ, ഈ ഭർത്താവ് കുക്കിംഗ് പഠിക്കണം. എന്താണെന്ന് വെച്ചാൽ, ഒരു ദിവസം എനിക്കെന്തേലും പറ്റിപ്പോയാൽ എൻ്റെ ഭർത്താവ് എന്ത് ചെയ്യും? എൻ്റെ ഭർത്താവ് ഇൻഡിപെൻഡൻ്റ് ആവണ്ടേ? ഇൻഡിപെൻഡൻ്റ് ആവണം, അദ്ദേഹം ഒറ്റയ്ക്ക് ജീവിച്ച് പഠിക്കണം. അതുകൊണ്ട് മാത്രമാണ് ഞാൻ അദ്ദേഹത്തിനെ അടുക്കളയിൽ കയറ്റണം എന്ന് ആഗ്രഹിക്കുന്നത്. പറയുന്നത് ഭർത്താവിനെ ഏട്ടാന്ന് വിളിക്കണം. എനിക്കെൻ്റെ ഭർത്താവിനെ ഏട്ടാന്ന് വിളിക്കാൻ ആഗ്രഹമുണ്ട്. പക്ഷെ ഞാൻ ഏട്ടാന്ന് വിളിച്ചിങ്ങനെ ശീലിപ്പിച്ച് കുറച്ച് കഴിഞ്ഞ് ആരെങ്കിലും എൻ്റെ ഏട്ടനെ എടാന്ന് വിളിച്ചാൽ അതെൻ്റെ ഭർത്താവിന് സഹിക്കാൻ പറ്റുകൊണ്ട് മാത്രം ഞാൻ എടാ പോടാന്നാണ് വിളിക്കാറുള്ളത്. ഭർത്താവ് ഞാൻ പറഞ്ഞാൽ കേൾക്കണമെങ്കിൽ ഞാൻ പറയുന്നത് ഭർത്താവും കൂടി കേൾക്കണം. അപ്പോലല്ലേ ആ ഒരു അത് വരും. തിണ്ടി നടക്കരുത്, എവിടെയും പോവരുത്, അവിടുത്തെ പണിയൊക്കെ എടുത്ത് മേലോട്ട് നോക്കിയിരിക്കണം എന്നാണ് പലരും എന്നോട് പറഞ്ഞു തന്നിട്ടുള്ളത്. അവനും എവിടെയും പോകേണ്ട, വീട്ടിലിരിക്കട്ടെ, എന്നാലും പണിക്കും പോണ്ട, ഞാനും പഠിക്കും.